നമസ്കാരം. സ്പെയിനിന്റെ അധീനതയിലുള്ള ആഫ്രിക്കൻ അതിർത്തി നഗരമായ സെവിറ്റയിലെ വൻ കുടിയേറ്റ പ്രതിസന്ധിയെ ചൊല്ലി സ്പെയിനും ഇസ്രയേലും തമ്മിൽ രൂക്ഷമായ വാക്പോരും നയതന്ത്ര തർക്കവും. ഗസ വിഷയത്തിൽ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് സ്വീകരിച്ച നിലപാടുകൾക്ക് തിരിച്ചടിയായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സംഘവും പ്രതികാരം വീട്ടുകയാണെന്ന ഗുരുതര ആരോപണവുമായി സ്പാനിഷ് രാഷ്ട്രീയ നേതാക്കളും മാധ്യമ നിരീക്ഷകരും രംഗത്തെത്തിയിരിക്കുകയാണ്. 60,000-ഓളം കുടിയേറ്റക്കാർ അതിവേഗത്തിൽ സെവിറ്റയിലേക്ക് പാഞ്ഞെത്തിയതിൽ ഇസ്രയേൽ ഗൂഢാലോചന സംശയിക്കുകയാണ് സ്പാനിഷ് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും. ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രയേൽ അംബാസിഡർ ഡാനി ഡാനോനും സ്പാനിഷ് ഗതാഗത മന്ത്രി ഓസ്കാർ പുവെന്റെയും തമ്മിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഉണ്ടായ പരസ്യമായ ഏറ്റുമുട്ടലാണ് പുതിയ നയതന്ത്ര തർക്കങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഇസ്രയേലിനെ ഉപദേശിക്കാൻ ഒരു അവസരവും പാഴാക്കാത്ത സ്പെയിൻ സ്വന്തം കുടിയേറ്റ നയം കാരണം സെവിറ്റയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മുൻപ് ആഫ്രിക്കയിൽ ഇന്നും കോളനിവാഴ്ച തുടരുന്നതിനെക്കുറിച്ച് ലോകത്തോട് വിശദീകരിക്കാൻ സ്പെയിൻ തയ്യാറാകണം എന്ന് ഡാനി ഡാനോൻ എക്സിൽ കുറിച്ചു. ഇതിന് മറുപടിയായി കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ട് എന്ന് സ്പാനിഷ് മന്ത്രി ഓസ്കാർ പുവെന്റെ കുറിച്ചതോടെയാണ് വിഷയം കനത്ത രാഷ്ട്രീയ പോരിലേക്ക് വഴിമാറിയത്. ഗസ യുദ്ധത്തിൽ ഫലസ്തീനെ പിന്തുണച്ച സ്പാനിഷ് സർക്കാരിനെ അട്ടിമറിക്കാനും തകർക്കാനും ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് അതിർത്തിയിലെ ഇപ്പോഴത്തെ കുടിയേറ്റ സങ്കീർണതകളെന്ന് സ്പാനിഷ് രാഷ്ട്രീയ നിരീക്ഷകയായ കരോലിന അലോൺസോ തുറന്നടിച്ചു. മൊറോക്കോയെയും യൂറോപ്പിലെ തീവ്ര വലതുപക്ഷത്തെയും ആയുധമാക്കി ഇസ്രായേൽ നടത്തുന്ന അണിയറ നീക്കമാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു. സ്പെയിൻ സർക്കാരിനെ ബലഹീനമാക്കാനുള്ള ഇസ്രായേലിന്റെ യുഎസിന്റെയും സംയുക്ത ശ്രമങ്ങളുടെ ഭാഗമാണ് അതിർത്തിയിലെ പ്രതിസന്ധിയെന്ന് സ്പാനിഷ് എം പി ഗബ്രിയേൽ ലൂഫിയാനും കുറ്റപ്പെടുത്തി. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസിനോടുള്ള പ്രതികാരം വീട്ടൽ കൂടിയാണിതെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഹൊസെ വിസ്നറും ചൂണ്ടിക്കാട്ടി. 2023 ഒക്ടോബറിൽ ഗസ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലുമായി കടുത്ത നയതന്ത്ര തർക്കത്തിലാണ് സ്പെയിൻ. ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ഗസയിലെ ആക്രമണങ്ങൾക്കെതിരെ യൂറോപ്പിൽ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തുകയും ചെയ്ത രാജ്യങ്ങളിൽ പ്രധാനിയാണ് സ്പെയിൻ. ഇതിന് പ്രതികാരമായാണ് ആഫ്രിക്കൻ അതിർത്തിയിലെ കുടിയേറ്റ പ്രതിസന്ധിയിൽ ഇസ്രായേൽ ഇടപെടുന്നതെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെയും നേതാക്കളുടെയും പ്രധാന ആരോപണം. അതേസമയം ആഫ്രിക്കൻ അതിർത്തിയിലെ സെവിറ്റയിൽ വൻ കുടിയേറ്റ പ്രവാഹം തടയാൻ സൈന്യത്തെ ഇറക്കിയ സ്പെയിൻ സർക്കാരിന്റെ നടപടിയെയും ഇസ്രായേലിനോടുള്ള അവരുടെ ഇരട്ടത്താപ്പിനെയും രൂക്ഷമായി വിമർശിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇസ്രായേൽ പോലെയുള്ള ഇസ്രായേൽ മാധ്യമങ്ങളിൽ പുറത്തുവന്ന ലേഖനത്തിലാണ് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസിന്റെ നയങ്ങളിലെ വൈരുദ്ധ്യം കൃത്യമായി തുറന്നുകാട്ടുന്നത്. തങ്ങളുടെ അതിർത്തി സുരക്ഷയ്ക്ക് ഭീഷണി ഉയർന്നപ്പോൾ ഉടനടി സൈന്യത്തെയും പോലീസിനെയും വിന്യസിച്ച് ബലപ്രയോഗം നടത്താൻ സ്പെയിൻ മടിച്ചില്ലെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഭീകരാക്രമണങ്ങളിൽ നിന്നും പൗരന്മാരെ സംരക്ഷിക്കാൻ ഇസ്രായേൽ ആത്മപ്രതിരോധം നടത്തുമ്പോൾ അതിനെ വംശഹത്യയെന്ന് മുദ്ര കുത്തുകയാണ് സ്പെയിൻ ചെയ്യുന്നത്. സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ സ്പെയിൻ നടത്തുന്ന നീക്കങ്ങൾക്ക് ലോകത്തിന്റെ പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇസ്രായേലിന്റെ പരമാധികാരവും ആത്മപ്രതിരോധത്തിനുമുള്ള അവകാശവും നിഷേധിക്കുകയാണെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖനം വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മൊറോക്കോ അതിർത്തിയിൽ നിന്നും 50,000-ലേറെ ആളുകൾ സെവിറ്റയിലേക്ക് അതിക്രമിച്ചു കയറിയപ്പോൾ മേഖലയുടെ ഭരണം തിരിച്ചുപിടിക്കാൻ സ്പെയിൻ പോലീസിനെയും സൈന്യത്തെയും വിന്യസിക്കുകയും കടുത്ത സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ബലപ്രയോഗത്തിനിടെ 50-ലേറെ പേർ മരണപ്പെട്ടു. തങ്ങളുടെ മണ്ണിലേക്ക് ആളുകൾ ഇരച്ചു കയറിയപ്പോൾ അത് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി ചിത്രീകരിച്ച സ്പെയിൻ ഹമാസ് പോലുള്ള ഭീകര സംഘടനകൾ അതിർത്തി ലംഘിച്ച് കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലും നടത്തിയപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചതിനെ കുറ്റപ്പെടുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം.